സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ബഹുമാനിക്കേണ്ട തലങ്ങളെ ബഹുമാനത്തോടെ സൂക്ഷിക്കണം. ഒന്നുകൂടി ഞാൻ പറയട്ടെ, റമളാനോട് അനുബന്ധിച്ച് ഇവിടെ ഉണ്ടാകുമെന്നറിയില്ല, ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. റമളാനോടനുബന്ധിച്ച് അതാ പേപ്പർ ടിഷ്യൂ. റമളാനോടനുബന്ധിച്ച് നമ്മളെ നാടുകളിലൊക്കെ ഉണ്ടാകും, ചില സ്ഥലത്തൊക്കെ ഉണ്ടാകും. ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നനച്ചുകുളി എന്ന് പറഞ്ഞൊരു പരിപാടി അല്ലേ ഇവിടെ എന്തായാലും പേര് നാവും, വീടൊക്കെ ഒന്ന് ശുദ്ധീകരണം ചെയ്യുന്ന പരിപാടി ചില സ്ഥലത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു സ്വഭാവമുണ്ട്, കഴിഞ്ഞല്ല പല സ്ഥലത്തും നമ്മളത് പറഞ്ഞിട്ടുണ്ട്. എന്ത് ചട്ടയും പേജും പോയ മുസാഫൊക്കെ നേരെ കൊണ്ടുപോയി കൊടുക്കുക. എവിടേക്ക്? എന്താ കുജിന്റെ പീടി? സുബ്ഹാനല്ലാഹ്. വേസ്റ്റ് ഈ പഴയ സാധനങ്ങൾ എടുക്കുന്ന പീടിയ. എനിക്ക് അതിന്റെ പേരൊന്നും അറിയില്ല, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയല്? ആക്രിക്കട. അതാണ് ശരി. ആക്രിക്കടയിൽ കൊണ്ടുപോയി കൊടുക്കുന്ന ദുസ്വഭാവം അത് ശരിയല്ല, ഒരിക്കലും ചെയ്യരുത്. അതിനോടുള്ള ബഹുമാനം അതിന് ചട്ട വെച്ച് ബെയിൻഡ് ചെയ്ത് വളരെ വൃത്തിയായി അത് സൂക്ഷിക്കണം. അത് ജുസ് പോയതാണെങ്കിലും പേജ് പോയതാണെങ്കിലും ചട്ട പോയതാണെങ്കിലും കീറിയതാണെങ്കിലും ഒക്കെ അങ്ങനെ ചെയ്യണം, കൊടുക്കരുത്. അത് അവിടെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിയേണ്ടൊന്നല്ല. ഈമാന് പോയിട്ട് ഈമാനില്ലാതെ കാഫിറായി ചത്തുപോകും പരിശുദ്ധ ഖുർആനോട് അനാദരവ് ചെയ്താൽ. ഒരിക്കലും ചെയ്യരുത്. ബഹുമാനത്തോടെ കാത്തു സൂക്ഷിക്കണം. ഇപ്പൊ തീരല്ലാത്തൊരു ബഹുമാനം എന്താ അറിയാം? നിങ്ങൾ പള്ളിയിലൊക്കെ കയറിയാ കാണാം ചില ആളുകൾ ഇങ്ങനെ യാസീനും അൽക്കഫും മറിക്കാണ്. പിന്നെ എന്തിനാണ് ആ മുസാഫൊക്കെ അവിടെ ഇരിക്കുന്നത്? പള്ളിയിൽ കയറുമ്പോഴെങ്കിലും വീട്ടിലിരിക്കുമ്പോഴെങ്കിലും ആ മുസാഫ് ഒന്ന് എടുത്ത് ഓതിക്കൂടെ? ഇതാണോ മുസാഫ് എന്ന് പറഞ്ഞ സാധനം? ഇത് സകല ഗുലാബിയാണ്. ഇതിൽ വാർത്തയുണ്ട്, മെസ്സേജും ഉണ്ട്, നമ്പറും ഉണ്ട്, അല്ലല്ലേ? എല്ലാം ഉണ്ട്. ഏത് പേപ്പറല്ലാത്ത? ഇതല്ല മുസാഫ് നോക്കി ഓതിയ കൂലി ഇതിൽ ഓതിയാ കിട്ടൂല. ഇതൊരു ഉപകാരമാണ് യാത്രയിലൊക്കെ ഓതാൻ. ഏതെങ്കിലും മരിച്ചെടുത്ത് എല്ലാവർക്കും മുസാഫ് തരാണ്ടാവില്ല, അവിടെ ഗ്യാസിനൊക്കെ തെറ്റില്ലാതെ ഓതാൻ. അതിനൊക്കെ ഒരു ഉപകാരമാണ്, കൊണ്ടുനടക്കാനൊക്കെ. പള്ളിൻ്റെ ഉള്ളിൽ മുസാഫില്ലേ? ഇവിടെ ഇപ്പൊ കണ്ടില്ല നിങ്ങൾ? തങ്ങളിപ്പാപ്പ ലാസ്റ്റ് ഖത്ത് മോദിയത് മുസാഫ് നോക്കിയിട്ടല്ലേ? മൊബൈലില്ലായിട്ട് തങ്ങളിപ്പാപ്പ പറയരുത്, മുസാഫ് നോക്കിയിട്ടല്ലേ ഖത്തം തീർത്തത്. പൊരയിലുള്ള മുസാഫൊക്കെ വിളിച്ചു പറയുന്നുണ്ടാകും, നമ്മൾ കേൾക്കാത്തോണ്ടല്ലേ. മനുഷ്യ എന്നെ തുറന്നൊന്ന് ഓത്, പിന്നെ എന്തിനായി കൊണ്ടുവന്ന് വെച്ചെന്ന്. കാരണം ഉംറക്ക് പോകുമ്പോ ഒരാൾ 2 എണ്ണം, വേറെ ആള് 4 എണ്ണം. ഒരു പൊരയിൽ 4 ആൾ ഉംറക്കോയോ ആ പൊരയിൽ 14 മുസാഫ് ഉണ്ടാവും. പിന്നെന്തിനത്? അത് തുറന്നു ഓതണം, ബഹുമാനിക്കണം. 2 മുസാഫ് ഒരാക്കുണ്ടെങ്കിൽ മാറി മാറി ഓതണം എന്നാ കണക്ക്. ഒന്നും ഉപയോഗപ്പെടുത്താതെ വെക്കരുത് എന്നാ. അത്രയും ബഹുമാനം പാലിക്കേണ്ടതാണ്. ആ ബഹുമാനം കൂടി കാത്തു സൂക്ഷിക്കണം. അത് അള്ളാഹുവിനോടുള്ള ബഹുമാനത്തിന്റെ ഭാഗമാണ്, അള്ളാഹുവിന്റെ കലാമിനെ ബഹുമാനിക്കുന്നത്. ആ ബഹുമാനം വളരെയധികം ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. 4 ജുസ് കുട്ടികൾ ഓതുന്ന 2 ജുസ് ഒക്കെ ആണെങ്കിലും ബെയിൻഡ് ചെയ്ത് ചട്ട വെച്ച് ബഹുമാനത്തോടെ കാത്തു സൂക്ഷിക്കണം. പിന്നെ ഓതാൻ ഉപയോഗപ്പെടുത്താൻ അത് വളരെ എളുപ്പമാണ്. ആ സമയത്ത് ഉപയോഗപ്പെടുത്താൻ പറ്റും. ബഹുമാനിക്കേണ്ടതുപോലെ പരിശുദ്ധ ഖുർആനെ ബഹുമാനിച്ചാൽ വലിയ സ്ഥാനമാനം സഹോദരങ്ങളെ കിട്ടും. മഹാന്മാരൊക്കെ ഖുർആനെ ബഹുമാനിച്ച് കണ്ടില്ലേ നിങ്ങൾ? അറേബ്യയിലെ അറിയപ്പെട്ട കവിയാണ് ലബീദ് എന്ന് പറയുന്ന കവി. ലബീദിന്റെ വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും സമ്മതിച്ചിട്ടുണ്ട്. അസ്ദഖു കലിമത്തിൻ ഖാലഹാ ഖൗലു ലബീദ്. നല്ല യാഥാർത്ഥ്യമുള്ള വാക്കാണ് ലബീദിന്റെ വാക്ക്. അലാ കുല്ലു ഷൈഇൻ മാ ഖലല്ലാഹ ബാതിലു. ലബീദിന്റെ ഒരു കവിതയാണത്. അല്ലാഹു അല്ലാത്ത മുഴുവനും ബാതിലു, എല്ലാം നിഷ്ഫലമാണ്. എല്ലാ മഖ്ലൂഖാത്തും പോകൂലേ, ഏതെങ്കിലും ഒന്നുകൂടെ ശേഷിക്കോ? അള്ളാഹു മാത്രമല്ലേ ശേഷിക്കുന്നതുള്ളൂ. ഈ വാക്ക് എടുത്തു പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ലബീദിനോട് ജനങ്ങൾ ചോദിച്ചു, ഇപ്പൊ കവിതയൊന്നും എഴുതാറില്ലേ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം? ലബീദ് പറഞ്ഞു, എനിക്കെന്തിന് കവിത, എനിക്കെന്തിന് പാട്ട്? യക്ഫീനിൽ ഖുർആനു മുൻദു അസ്ലംതു. മുസ്ലിമായത് മുതൽ എനിക്ക് ഖുർആൻ മതി, ഖുർആൻ ധാരാളമാണ്. ഞാൻ പിന്നീട് ഖുർആൻ ഓതും, ഖുർആന് കേൾക്കും, ഖുർആന് മറ്റുള്ളവർക്ക് വേണ്ടി പഠിപ്പിക്കും. എനിക്കത് ധാരാളമാണ്. സഹോദരങ്ങളെ,
ഖുർആനിനോടുള്ള ബഹുമാനമാണ് ചെയ്തത്. ഖുർആൻ അങ്ങ് സ്വീകരിച്ചത് മുതൽ പിന്നീട് കവിത എഴുതുന്നതും പാടുന്നതും ഒക്കെ നിർത്തിപ്പോയി. ഖുർആന് കൊണ്ട് കിട്ടിയ ബഹുമാനമാണ്. അതുകൊണ്ട് ഖുർആന് നന്നായി ഓതാനുള്ള ദിനരാത്രങ്ങളാണ് ഈ ശഅബാൻ മാസവും റമളാൻ മാസവും ഒക്കെ. ശഅബാൻ മാസം വരുമ്പോഴേക്ക് പല മഹാന്മാരും ഖുർആനോത്തിലായി തപസ്സിരുന്നിട്ട് മറ്റു മാസങ്ങളിൽ തീർത്ത ഖത്മിനേക്കാൾ അധികം തീർത്തവരുണ്ട്. ദിക്റിലായി തപസ്സിരുന്നിട്ട് ഏറെ ദിക്ർ ചൊല്ലിയവരുണ്ട്. സ്വലാത്തിന്റെ മാസമാണല്ലോ ശഅബാൻ മാസം. ഏറെ സ്വലാത്ത് ചൊല്ലിയിട്ട് മുത്തുനബി തങ്ങളിലേക്ക് അടുത്തവരുണ്ട്.